ഇപ്പം അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിനെ പറ്റി ആൾക്കാർ തുടങ്ങിയിട്ടില്ല, പ്രോജക്റ്റ് കഴിയാറായി. അതെല്ലാവരും പറയുന്നത് എക്കണോമിക്കലി വയബിൾ ആയിരിക്കുകയില്ല. കാരണം ഇത്രയും പണം മുടക്കി ആരാണ് യാത്ര ചെയ്യുന്നത്? ഒരു എലീറ്റ് വിഭാഗമായിരിക്കും യാത്ര ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവരുമ്പോൾ, ഇതേപോലെ സ്പീഡ് കോറിഡോറൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ആൾക്കാർക്കും അഫോർഡബിൾ ആയിരിക്കണം ഈ സംഭവം. അല്ലാതെ തിരുവനന്തപുരത്തു നിന്ന് എറണാകുളം വരെ പോകാൻ, തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂർ വരെ പോകാൻ 4000 5000 അങ്ങനെയാണ് ഫ്ലൈറ്റേ പോയിക്കൂടായോ? അത് വയബിൾ ഓപ്ഷൻ അല്ല. ഇത് എല്ലാവർക്കും അത് യാത്ര ചെയ്യാനും പറ്റത്തില്ല. എന്താണ് അതൊരു വന്ദേ ഭാരത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ റെയിൽവേ തുടങ്ങി വലിയൊരു അവരുടെ യുണീക്ക് പ്രോജക്റ്റാണ് വന്ദേ ഭാരത്. ചില സ്ഥലങ്ങൾ ഒഴികെ എല്ലായിടത്തും നിർത്തി ഈ സാധനം. കാരണം ആൾക്കാരില്ല. ആ ചാർജ് കൊടുത്ത് ഇന്ത്യക്കാർക്ക്, ഇന്ത്യയിലെ മാസീവായിട്ടുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ അവരിൽ പണമില്ല. ഇപ്പം ഇന്ത്യയുടെ നോർമൽ ഈ സ്പീഡ് എത്രയാണ് ബേസിക്കലി? ഇപ്പോൾ വന്ദേ ഭാരത് ആണെങ്കിൽ മറ്റുള്ള ട്രെയിനും ഏകദേശം 150-160 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ഇത് ഓടുന്നത്. ചില എക്സ്പ്രസ് ട്രെയിനും ആ സ്പീഡിൽ ഓടുന്നുണ്ട്. പിന്നെ 135 എന്ന് പറഞ്ഞ ആവറേജ് സ്പീഡ് അദ്ദേഹം ഈ പറയുന്നത്, അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്? സെമി സ്പീഡ് തന്നെ വെക്കുക 200 കിലോമീറ്റർ. ഇതിനകത്ത് ഞാൻ കാണുന്നൊരു ഓപ്ഷൻ, മറ്റു പലരോട് സംസാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ റെയിൽവേ, അപ്പം അതിനകത്ത് 2 ലൈനാണുള്ളത്. അതായത് വളവ് നികത്താനുണ്ട്, അതായത് അതേപോലെ തന്നെ പാലങ്ങൾ, ബ്രിഡ്ജസ്, ഈ സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ചിലയിടത്തൊക്കെ 2-3 മഴ പെയ്ത് കഴിയുമ്പോൾ ട്രെയിൻ വളരെ പതുക്കെയാണ്. കാരണം അവിടെ എല്ലാം വെള്ളത്തിൻ്റെ പുതച്ചിലും കിതച്ചിലും ഒക്കെ ഉണ്ട്. ഇവിടെ സതീശൻ ഗവൺമെൻറ് റെയിൽവേയുമായിട്ട് തിങ്ക് ചെയ്തിട്ട് ഈ 2 ലൈൻ എന്ന് പറഞ്ഞ വളവുകളെല്ലാം നികത്തുക. അതേപോലെ തന്നെ 2 ലൈൻ എന്ന് പറഞ്ഞ് 3 ലൈനോ 4 ലൈനോ അങ്ങ് ആക്കുക. ഇത് ഈ പറയുന്ന പോലെ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. 10-15,000 കോടിയിൽ 1.5 വർഷം കൊണ്ട് തീരുന്ന പ്രോജക്റ്റാണ് ഇത്. ഈ ഹ്യൂജായിട്ട് പണം മുടക്കിയിട്ട് ടണലിൽ കൂടെ പോകുന്നു, അതിൻ്റെ മേളിൽ കൂടെ പാലത്തെ കൂടെ പോകുന്നു. ഇതൊന്നും ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ പല കൺസ്ട്രക്ഷൻ, അതായത് റെയിൽവേ കമ്പനികൾ പോലും ഫെയിലിയർ ആയിട്ടുണ്ട് ഇപ്പം. അപ്പം പലയിടത്തും അതുകൊണ്ടാണ് ഗവൺമെൻറ് ചൈനയുമായിട്ടുള്ള ടോക്സിൽ ആദ്യം ആവശ്യപ്പെടുന്നത് ചൈനീസ് കൺസൾട്ടൻസി വേണം പലയിടത്തും. കാരണം ഇത് സക്സസ് ആക്കാൻ വേണ്ടി.